യുണൈറ്റഡ് കിങ്ഡത്തിലെ കെൻ കൗണ്ടി ഇപ്പോൾ ഒരു ചരിത്രപരമായ ഭക്തിയജ്ഞത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കെന്റ് ഹിന്ദു സമാജത്തിന്റെ നേതൃത്വത്തിൽ പരമ്പരാഗതമായ കേരളീയ ശൈലിയിൽ ഒരു ശ്രീ അയ്യപ്പ ക്ഷേത്രം സ്ഥാപിക്കുന്നതിനുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ശ്രമങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് കേവലം ഒരു ആരാധനാലയ നിർമ്മാണമല്ല, മറിച്ച് മലയാളി സമൂഹത്തിന്റെ സാംസ്കാരിക ആത്മീയ അടയാളപ്പെടുത്തലാണ്. കെന്റ് ഹിന്ദു സമാജത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ശ്രീ അയ്യപ്പന്റെ നിഷ്പക്ഷമായ മതബഹുമാനവും ഭക്തിമൂല്യങ്ങളും പിന്തുടരുന്ന എല്ലാ വിശ്വാസികൾക്കും ഒരു ആരാധനാ കേന്ദ്രം ഒരുക്കുക എന്നതാണ്. സർവമത സമഭാവന എന്ന അയ്യപ്പ സന്ദേശം ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രവാസ ജീവിതത്തിൽ ഏറെ പ്രസക്തമാകുന്നുണ്ട്. റോച്ചസ്റ്ററിലെ ഫസ്റ്റ് നോർത്ത് ഗേറ്റ് എന്ന വിലാസത്തിൽ ഈ ക്ഷേത്രം സ്ഥാപിക്കാനാണ് സമാജം ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ പുണ്യഭൂമിയായ ശബരിമല ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിന്റെ അതേ പൂജാവിധികൾ അനുഷ്ഠാനനിഷ്ഠയോടെ ഇവിടെയും നിലനിർത്താൻ സമാജം പ്രതിജ്ഞാബദ്ധരാണ്. കെന്റ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളിൽ പൂജ ചെയ്യാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഈ മണ്ഡലകാല ആരംഭത്തോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിൽ 41 ദിവസവും മണ്ഡലകാല ചെറുപ്പ് മഹോത്സവം നടന്നു വരികയാണ്. കേരള താന്ത്രിക വിധിപ്രകാരം UK തന്നെ നമ്മുടെ ആ ഒരു ആദ്യത്തെ മലയാള കമ്മ്യൂണിറ്റിയുടെ ഒരു ക്ഷേത്രം കൂടിയാണ് കെന്റ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. സൂര്യകാലടി മന മഹാഗണപതിക്കും ശ്രീധർമ്മശാസ്താവിനും തുല്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ കെന്റിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. പ്രവാസ ലോകത്ത് ഒരു ക്ഷേത്രം എന്നത് കേവലം പൂജകൾ നടത്താനുള്ള ഇടം മാത്രമല്ല, അത് സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള കേന്ദ്രം കൂടിയാണ്. മതപരവും ആത്മീയവും വിദ്യാഭ്യാസപരവുമായ അവസരങ്ങളിലൂടെ കെന്റിലെ മലയാളി സമൂഹത്തെ ബന്ധിപ്പിക്കാനും ഒരുമിച്ച് നിർത്താനും ഈ ക്ഷേത്രം സഹായിക്കും. യുണൈറ്റഡ് കിങ്ഡത്തിൽ കേരളീയ ശൈലിയിൽ അയ്യപ്പ ഭക്തർക്കായി നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തെ ക്ഷേത്രം കൂടിയാണ് ഇത് എന്ന വസ്തുത ഈ സംരംഭത്തിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിക്കും അഭിമാനിക്കാവുന്ന സുവർണ അവസരം കൂടിയാണ്. കെന്റ് അയ്യപ്പ ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതോടെ അവിടുത്തെ ആദ്യത്തെ പ്രധാന ആചാരമായി മണ്ഡല മകരവിളക്ക് ചിറപ്പ് മഹോത്സവം 2025-26 വർഷം ഭക്തിസാന്ദ്രമായി നടക്കും. 2025 നവംബർ 17 തിങ്കളാഴ്ച മുതൽ 2026 ജനുവരി 14 ബുധനാഴ്ച വരെയാണ് മഹോത്സവം. വർഷം 2020 മുതൽ മണ്ഡലകാലത്ത് അനുഷ്ഠിച്ചു വരുന്ന അയ്യപ്പൻ വിളക്ക് പൂജകളും പ്രത്യേക പൂജകളും ഈ വർഷം തുടരും. പരമപവിത്രമായ മണ്ഡലകാലത്ത് നവംബർ 17, 2025 മുതൽ ജനുവരി 14, 2026 വരെ ക്ഷേത്രത്തിൽ ദിവസേന അയ്യപ്പൻ വിളക്ക് വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ നടത്തുന്നതായിരിക്കും. ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ പ്രത്യേക അയ്യപ്പ പൂജ, ദീപാരാധന, നീരാഞ്ജനം, ഹരിവരാസനം, അന്നദാനം എന്നിവ ഭക്തിസാന്ദ്രമായി നടത്തുന്നതായിരിക്കും. ഭക്തർക്ക് മണ്ഡലകാലത്ത് കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള അയ്യപ്പൻ വിളക്ക് പൂജ, ശനിയാഴ്ചകളിലെ പ്രത്യേക അയ്യപ്പ പൂജ, അന്നദാനം കൂടാതെ എല്ലാ മാസപൂജാ ദിവസങ്ങളിലും ഗണപതി ഭഗവാൻ ഒറ്റയപ്പം നേർച്ച ഉൾപ്പെടെ എല്ലാ പൂജാനുഷ്ഠാനങ്ങളുടെയും പൂജ പ്രധാന അയ്യപ്പ പൂജ ദിവസങ്ങളും നടത്തുന്നതായിരിക്കും. മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച ചടങ്ങുകൾ 2025 നവംബർ 17 തിങ്കളാഴ്ച രാവിലെ 7:30 ശ്രീ മഹാഗണപതിയുടെ അനുഗ്രഹത്തിനായി നടക്കുന്ന ഗണപതി ഹോമത്തോടെ ആരംഭിച്ചു. പരമപവിത്രമായ മണ്ഡലകാലത്ത് 2026 ജനുവരി 14 വരെ ക്ഷേത്രത്തിൽ ദിവസേന വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ അയ്യപ്പൻ വിളക്ക് പൂജ നടക്കും. ഭക്തർക്ക് അനുഗ്രഹദായകമായ ഈ ദിനപൂജകൾ ഓരോ അയ്യപ്പ ഭക്തനും മണ്ഡലവ്രതത്തിന്റെ വിശുദ്ധി അനുഭവിക്കാൻ അവസരം നൽകും. പ്രത്യേകിച്ച് എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 6:30 മുതൽ 9 മണി വരെ കൂടുതൽ വിപുലമായ ചടങ്ങുകൾ ഉണ്ടാകും. പ്രത്യേക അയ്യപ്പ പൂജ, ഭജന, ദീപാരാധന, നീരാഞ്ജനം, ഹരിവരാസനം, അന്നദാനം എന്നിവ ഭക്തിസാന്ദ്രമായി നടക്കും. അന്നദാനം എന്നത് ക്ഷേത്രാചാരങ്ങളിൽ ഏറ്റവും മഹത്തായ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അത് സാമൂഹിക ഐക്യത്തിൻ്റെ പ്രതീകം കൂടിയാകുന്നു. കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് ചിറപ്പ് മഹോത്സവത്തിലെ പ്രധാനപ്പെട്ട പൂജാ ദിവസങ്ങൾ ഇവയാണ്. കെന്റ് ഹിന്ദു സമാജത്തിൻ്റെ 13ാമത് വാർഷിക അയ്യപ്പ പൂജ ഒരു ദശാബ്ദത്തിലധികം നീണ്ട സമാജത്തിൻ്റെ ഭക്തിയാത്രയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മണ്ഡലവ്രതത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശബരിമലയിലെ പ്രധാന ചടങ്ങിൻ്റെ തനിമയോടെയുള്ള മണ്ഡലവിളക്ക് ആറാട്ട് മഹോത്സവം ഡിസംബർ 27 ശനിയാഴ്ച ആചരിക്കും. ഒടുവിൽ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പുണ്യകരവും പ്രധാനപ്പെട്ടതുമായ മകരവിളക്ക് പൂജയോടെ മഹോത്സവം സമാപിക്കും. ഇത് 2026 ജനുവരി 14 ബുധനാഴ്ചയാണ് നടക്കുന്നത്. ഗണപതി ഭഗവാൻ നേർച്ചയായി സമർപ്പിക്കുന്ന ഒറ്റയപ്പം ഉൾപ്പെടെയുള്ള എല്ലാ പൂജകൾക്കും
അതുപോലെ മണ്ഡലകാലത്തെ ദിവസേനയുള്ള പൂജകൾക്കും അന്നദാനത്തിനും ബുക്കിംഗ് സൗകര്യം ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ സാങ്കേതിക വിദ്യയുടെ സഹായം പ്രവാസ ലോകത്തെ തിരക്കിട്ട ജീവിതത്തിൽ ഭക്തർക്ക് ചടങ്ങുകളിൽ സുഗമമായി പങ്കുചേരാൻ സഹായിക്കും. കെൻറ്റിൽ ഒരുങ്ങുന്ന അയ്യപ്പ ക്ഷേത്രം പ്രവാസ ജീവിതത്തിനിടയിലും കേരളത്തിൻ്റെ ആചാരങ്ങളെയും മൂല്യങ്ങളെയും നിലനിർത്താൻ മലയാളി സമൂഹം നടത്തുന്ന ശ്രമങ്ങളുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഈ സംരംഭത്തിൽ പങ്കുചേരുന്നത് ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നതിൽ ഉപരിയായി ഒരു പുതിയ സാംസ്കാരിക കേന്ദ്രം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകുന്നതിനും തുല്യമാകുന്നു.